ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 അടുത്ത പോർഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 എന്താണ് പറഞ്ഞത്, ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? സൈറ്റ് ഡിസ്റ്റൻസിനെ പറ്റിയായിരുന്നു അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ്. അതിലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. അപ്പം ഇനിയും നമുക്ക് നോക്കാനുള്ളത് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് OSD എന്ന് പറയുന്നത്? ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്താണ്? അതിൻ്റെ ഡെഫിനേഷൻ ഓർക്കുന്നുണ്ടോ? ഒരു സ്പീഡിൽ വരുന്ന ഒരു വെഹിക്കിളിന് തൊട്ട് മുന്നേ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ആളുടെ ഫ്രണ്ടിൽ എന്തുമാത്രം ഡിസ്റ്റൻസ്, ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. എന്നാലേ ആൾക്ക് ആ വണ്ടീനെ കൊളൈഡ് ചെയ്യാതെയും, ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെയും കൊളൈഡ് ചെയ്യാതെയും അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓവർടേക്കിംഗ് ഓപ്പറേഷന് വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിലെ ഒരു ഇമേജ് നോക്കി. ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് വെച്ചാൽ സ്പീഡിൽ വരുന്ന വെഹിക്കിൾ, അതാണ് ഇനി ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ബി എന്ന് പറയുന്നത് ഓവർടേക്കൺ വെഹിക്കിൾ, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് V m/s, ബി എന്ന സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ സ്പീഡ് VB ആണെന്ന് വിചാരിക്കുക. VB m/s ആണെന്ന് വിചാരിക്കുക. അതേപോലെ സി എന്ന് പറയുന്നത് വെഹിക്കിൾ കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഇതൊരു 2-വേ ലൈനാണ്, രണ്ട് സൈഡിൽ കൂടെ വണ്ടി പോകുന്ന ഒരു ലൈനാണ്. എ എന്ന് പറയുന്ന വെഹിക്കിളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓവർടേക്കിംഗ് V m/s പോകുന്നതും. ബി എന്ന് പറയുന്ന വെഹിക്കിളാണ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതും, VB m/s മൂവ് ചെയ്യുന്നതും. ഇനി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ വേറൊരു വണ്ടി വരുന്നുണ്ട്, സി എന്ന് പറയുന്ന വണ്ടി. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നതും ഈ എയുടെ സ്പീഡ് തന്നെ നമ്മൾ പറയുവാണ് V m/s ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ ആദ്യത്തെ പൊസിഷൻ A1 ആണെന്ന് വിചാരിക്കുക. അത് എന്നിട്ട് ബി എന്ന നമ്മുടെ വണ്ടി, അപ്പം B1 പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. ആ പൊസിഷന് തൊട്ടടുത്തായിട്ട് വന്നു, എന്ന് വെച്ചാൽ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുക, നല്ല സ്പീഡിൽ വന്നു. ഇനി ബിയുടെ തൊട്ടടുത്തായിട്ട് വന്നു. ഓക്കെ, അപ്പം അത് A1 എന്ന പൊസിഷനിൽ നിന്ന് A2 എന്ന പൊസിഷനിലോട്ട് മാറി അല്ലേ. ഇനി ഈ A2-ൽ നിന്നാണ് ആ വണ്ടി ബി എന്ന വണ്ടിയുടെ ആ ഒരു പൊസിഷനെ, B1 എന്ന പൊസിഷനെ ഓവർടേക്ക് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന A2 എന്ന പൊസിഷനിൽ നിന്ന് അത് A3 എന്ന പൊസിഷനിലോട്ട് എത്തും. ഈ ഒരു പൊസിഷനിലോട്ട് എ എന്ന വണ്ടി വരുന്ന ടൈമിൽ തന്നെ എന്താണ്, ബി എന്ന വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് B1 എന്നുള്ളത് B2 എന്ന പൊസിഷനിലോട്ട് മാറി. ഓക്കെ, പിന്നെ ആ ടൈമിൽ തന്നെ സി എന്ന വെഹിക്കിൾ പുതിയൊരു പൊസിഷനിലോട്ട് മാറും. എന്ന് വെച്ചാൽ C1 എന്ന പൊസിഷനാണ് ആദ്യം പറയുന്നതെങ്കിൽ അത് C2 എന്ന പൊസിഷനിലോട്ട് മാറും ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ടൈമിൽ തന്നെ, ഈ ഒരു ഓവർടേക്കിംഗ് ഓപ്പറേഷൻ ടൈമിൽ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ ടൈം ഓഫ് ദി ഡ്രൈവർ T എന്ന് പറയുന്നത് നമ്മൾ 2 സെക്കൻഡ് ആയിട്ടങ്ങ് അസ്യൂം ചെയ്തു. ഓക്കെ, റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു വണ്ടി കണ്ടു, ആൾക്കതിനെ ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, അത്രയും ആ ഒരു കാര്യം ചിന്തിക്കുന്ന ഒരു ടൈമിനെ നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നടക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് A1 തൊട്ട് A2 വരെയാണെന്ന് വിചാരിക്കും. കാര്യം A1-ൽ വരുമ്പോഴാണ് ഓക്കെ B1 എന്നൊരു വണ്ടിയുണ്ട്, അത് സ്ലോ ആയിട്ടാണ് പോകുന്നത്, എനിക്ക് ഓവർടേക്ക് ചെയ്യണം എന്നൊക്കെ ആ ഡ്രൈവറിന് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ A1 തൊട്ട് A2 വരെ മൂവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അതിനെയാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അത് സ്മോൾ t അല്ലെങ്കിൽ 2 സെക്കൻഡ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതേപോലെ തന്നെ ടൈം റിക്വയർഡ് ഫോർ ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ A2 തൊട്ട് A3 ഇതാണല്ലോ അല്ലേ ആക്ച്വലായിട്ട് അത് ഓവർടേക്ക് ചെയ്ത ടൈം. ആ ടൈമിനെ നമ്മൾ T സെക്കൻഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ടൈം ടേക്കൺ ഫോർ കവറിങ് A1 തൊട്ട് A2 വരെ എത്തുന്നതിന് സ്മോൾ ടിയും A2-ൽ നിന്ന് A3 വരെ എത്തുന്നതിന് T സെക്കൻഡുമാണ് എടുത്തത്. ഓക്കെ, പിന്നെ VB എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സ്ലോ മൂവിങ് വെഹിക്കിൾ B ആണ് m/s. S എന്ന് പറയുന്നത് ഇനി വേറൊരു ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ S എന്ന് പറയുന്നത് എന്താണ്, ഇത്. പിന്നെ ഇതേപോലെ സ്പേസിങ് ബിറ്റ്വീൻ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ഒരു മിനിമം സ്പേസിങ് എപ്പോഴും വെഹിക്കിൾസ് തമ്മിൽ വേണം. ആ സ്പേസിങ് നമ്മൾ സ്മോൾ s വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ, അങ്ങനെയാണ് നമ്മൾ S വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്മോൾ T, ക്യാപിറ്റൽ T, പിന്നെ പല പൊസിഷനിൽ എത്തുന്നു. ഇനി നമ്മൾ എന്താണ് അനാലിസിസ് ചെയ്യുന്നത്, OSD എന്താണെന്നുള്ളതാണ് അല്ലേ. OSD എന്ന് പറയുന്നത് ഈ D1, D2, D3 ഇതിൻ്റെ എല്ലാത്തിനും സമ്മാണ് അല്ലേ. ഇവിടെ ഇരിക്കുന്ന വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഇപ്പറേ വരണം, വേറെ ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന് വരുന്ന വണ്ടിയെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ. ഓക്കെ, അപ്പം അതിന് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് മാറി വരണം അല്ലേ. ആ ഡിസ്റ്റൻസിന് എല്ലാത്തിനെയും സമ്മാണ് OSD എന്ന് പറയുന്നത്. അപ്പം ഈ A1 തൊട്ട് A2 വരെയുള്ള പൊസിഷൻ
D1 എന്നും A2 തൊട്ട് A3 വരെയുള്ള പൊസിഷൻ D2 ആണെന്നും പിന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ C1 ടു C2 എന്ന ഡിസ്റ്റൻസ് D3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും സമ്മാണ് OSD എന്ന് പറയുന്നത്, D1 പ്ലസ് D2 പ്ലസ് D3. ഇനി D1 എന്താണെന്നും D2 എന്താണെന്നും D3 എന്താണെന്നും നമുക്ക് നോക്കണം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ C1 C2 എന്ന് മാറിയ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ C1 C2 പറഞ്ഞതും D3 എന്ന ഡിസ്റ്റൻസ് വന്നത്. ഇനി ഇതൊരു സിംഗിൾ ലൈൻ ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വരുമോ? ഇല്ല. ആ ടൈമിൽ ഈ ഒരു ടേം ഇല്ല, D3 എന്ന ടേം കാണില്ല. 1 ലൈൻ ആണെങ്കിൽ. 2 ലൈൻ ആകുമ്പോഴാണ് D1 D2 D3 ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർക്കണം. പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് വരുമ്പം ക്വസ്റ്റിനകത്ത് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ വാല്യൂ D3യുടെ വാല്യൂ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് D3 എടുക്കേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് D1 പ്ലസ് D2 ഉള്ളൂ 1 ലൈൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി നമുക്കിനി ഇത് അനാലിസിസ് എങ്ങനെയാണെന്ന് ചെയ്യാം. ഓക്കെ, അപ്പം D1 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഓവർടേക്കിംഗ് വെഹിക്കിൾ A ഡ്യൂറിങ് ദി റിയാക്ഷൻ ടൈം സ്മോൾ t സെക്കൻഡ് ഓഫ് ദി ഡ്രൈവർ ഫ്രം പൊസിഷൻ A1 ടു A2. ഓക്കെ, ഇതിൽ A1 തൊട്ട് A2 വരെ എത്തുന്നതിന് ആ ടൈം റിയാക്ഷൻ ടൈം സ്മോൾ ടിയിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ D1 നമ്മൾ പറഞ്ഞു. ബിഫോർ സ്റ്റാർട്ടിങ് ടു ഓവർടേക്ക് വെഹിക്കിൾ ബിനെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ഇനി D2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വെഹിക്കിൾ A ഫ്രം A2 ടു A3 അല്ലേ? ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. A2 തൊട്ട് A3 വരെ എത്തുന്നതിന് എന്തുമാത്രം ഡിസ്റ്റൻസ് വേണ്ടി വരും, അതാണ് D2 എന്ന് വെച്ചിട്ട് അവർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്, ആക്ച്വൽ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് ക്യാപിറ്റൽ T സെക്കൻഡിലാണ്. ഓക്കെ, ഇനി D3 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓൺ കമ്മിങ് വെഹിക്കിൾ C ഫ്രം C1 ടു C2. സോറി, അത് ഓപ്പോസിറ്റ് എന്നാണ് തോന്നുന്നു കേട്ടോ. ഓപ്പോസിറ്റ് കമ്മിങ് വെഹിക്കിൾ C ഫ്രം C1 തൊട്ട് C2 വരെ എത്തുന്നതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസിൽ എപ്പോഴാണ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വെഹിക്കിൾ C1 നിന്ന് C2 വരെ എത്തുന്നത്. ആ ഡിസ്റ്റൻസാണ് D3 വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതും ക്യാപിറ്റൽ T സെക്കൻഡിൽ തന്നെയാണ് ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ആ ഒരു ഡിസ്റ്റൻസ് മൂവ്മെൻറ്റ് നടക്കുന്നതും ക്യാപിറ്റൽ T സെക്കൻഡിൽ തന്നെയാണ്. ഇനി B എന്ന് പറയുന്നത് ഓവർടേക്കൻ അല്ലെങ്കിൽ സ്ലോ മൂവിങ് വെഹിക്കിളാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമുക്കതിന് അനാലിസിസിലോട്ട് പോയാൽ വെഹിക്കിൾ A ട്രാവൽ അറ്റ് ഡിസൈൻ സ്പീഡ് V മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെഹിക്കിൾ A മൂവ് ചെയ്യുന്നത് ഒരു ഡിസൈൻ സ്പീഡിലാണ് V മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിചാരിക്കുക. വെഹിക്കിൾ B മൂവ് ചെയ്യുന്നത് VB മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം A എന്ന് പറയുന്നത് Vയും B എന്ന് പറയുന്ന വെഹിക്കിൾ VB മീറ്റർ പെർ സെക്കൻഡും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് പ്രോബ്ലത്തിൻ്റെ കാര്യം വരുവാണ്, പ്രോബ്ലത്തിൽ ഇഫ് സ്പീഡ് ഓഫ് വെഹിക്കിൾ B ഈസ് നോട്ട് ഗിവൺ ദെൻ ടേക്ക്, ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും അതിനകത്ത് ചിലപ്പം ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് പറയും, ഓവർടേക്കൻ വണ്ടിയുടെ എന്ന് വെച്ചാൽ സ്ലോ മൂവിങ് വെഹിക്കിളിൻ്റെ സ്പീഡ് ചിലപ്പം പറയില്ല. അങ്ങനത്തെ കേസിൽ VB കണ്ടുപിടിക്കണമല്ലോ, അതിനുള്ള ഒരു ഇക്വേഷനാണ്, അത് പഠിച്ചിരിക്കണം. VBയുടെ വാല്യൂ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടതെങ്കിൽ, അതേപോലെ തന്നെ ക്വസ്റ്റിനകത്ത് Vയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നെങ്കിൽ VB കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇക്വേഷനാണ് V മൈനസ് 45. അങ്ങനെ ചെയ്താൽ Vയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡ് ഇട്ട് കൊടുക്കുകയും വേണം. ആ കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഇനിയും Vയുടെ വാല്യൂ കിലോമീറ്റർ പെർ അവറിലാണ് നമ്മുടെ ഉള്ളതെങ്കിൽ VB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് V മൈനസ് 16. അപ്പം കിലോമീറ്ററിൽ ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 80 മൈനസ് 16 ചെയ്താൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ VBയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം VB മീറ്റർ പെർ സെക്കൻഡിലും കിട്ടാനുള്ള ഇക്വേഷൻ പഠിച്ചു. VB മീറ്റർ പെർ സെക്കൻഡിലും ആയിരിക്കുമ്പോൾ ഉള്ള VB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം അത് അറിഞ്ഞു വെക്കുക. ഇനി വെഹിക്കിൾ C മൂവ്സ് അറ്റ് ഡിസൈൻ, അതുപോലെ തന്നെ വെഹിക്കിൾ Cയും മൂവ് ചെയ്യുന്നത് A മൂവ് ചെയ്യുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ഡിസൈൻ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് തന്നെയാണെന്ന് വിചാരിക്കുക, V മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇഫ് A2B1 ഏതാണ് A2B1 ഈക്വൽ ടു B2A3, ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും അത് രണ്ട് സെയിം ആണ്. നമ്മൾ പറഞ്ഞല്ലോ മിനിമം ഡിസ്റ്റൻസ് ആണ് S എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മിനിമം സ്പേസിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെഹിക്കിൾസ് ആണത്. A2B1ഉം B2A3യും S തന്നെയാണ്. ഓക്കെ, ഇനി S കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇത് അങ്ങ് പഠിച്ചാൽ മതി. S ഈക്വൽ ടു 0.7 VB പ്ലസ് 6. മീറ്ററിലായിരിക്കും കിട്ടുന്നത് വാല്യൂ, ആൻസർ കിട്ടുന്നത് മീറ്ററിലായിരിക്കും. 0.7 VB പ്ലസ് 6 ചെയ്യണം, അപ്പോൾ ആൻസർ മീറ്ററിൽ കിട്ടും. ഓക്കെ, VBയുടെ വാല്യൂ മീറ്ററിൽ കിട്ടണമെങ്കിൽ വേറെ കാര്യമുണ്ട്, VBയുടെ വാല്യൂ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ വേണം കൊടുക്കാൻ. ഓക്കെ, അതുകൊണ്ട് ഓർത്തോണം മീറ്ററിൽ കിട്ടണമെങ്കിൽ. ഇനിയും
അതെ, അപ്പോൾ എസ്സിനുള്ള ഇക്വേഷൻ പഠിച്ചു. ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇനി അടുത്തത് A2 A3, A2 തൊട്ട് A3 ഈ ഒരു ഡിസ്റ്റൻസ് എന്താണത്? D2 അല്ലേ? അതേപോലെ തന്നെ അതെന്ന് പറയുന്നത് A2 തൊട്ട് A3 എന്ന് പറയുന്നത് S+B+S കൂടെയാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? B+2S ആണ് അല്ലേ? therefore D2 എന്ന് പറയുന്നത് B+2S ആണ്. എസ്സിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. It may be assumed that vehicle A is forced to reduce speed to VB and move behind vehicle B with clear spacing S till there is opportunity to overtake the vehicle B. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുവാണ് വെഹിക്കിൾ എ വെഹിക്കിൾ ബീനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ വെഹിക്കിൾ എ എന്തെടുക്കും? ബി എന്ന വെഹിക്കിളിൻ്റെ അതേ സ്പീഡിൽ, എന്ന് വെച്ചാൽ ആ ഒരു VB സ്പീഡിൽ ഈ ബി എന്ന വെഹിക്കിളിൻ്റെ പുറയിലായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ആ പുറയിൽ പോകുമ്പോൾ ഒരു മിനിമം സ്പേസിങ് എസ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ടാണ് ഓക്കെ ഓവർടേക്കിങ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണോ ഇപ്പം നോക്കിയിട്ട് ആണ് അവർ കുറച്ച് സ്പീഡ് എടുത്തിട്ട് ഓവർടേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ആ ഒരു മിനിമം സ്പേസിങ് എസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. The distance travelled by vehicle A during reaction time. റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? A1 തൊട്ട് A2 ഈ ടൈമിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിൾ എ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ D1 എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് D1 എന്ന് പറയുന്നത് VB × T, VB × സ്മോൾ t. ഓക്കെ, സ്മോൾ t അത് ഓർക്കണേ. റിയാക്ഷൻ ടൈം ക്വസ്റ്റിനകത്ത് റിയാക്ഷൻ ടൈം ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? 2 or 2.5 സെക്കൻഡോ എടുക്കാം. ഓക്കെ, ഫ്രം A2 vehicle start accelerate and start overtaking the vehicle B and then comes into same line at A3. ഓക്കെ, അപ്പം A2 നിന്ന് വണ്ടി കുറച്ചുകൂടെ ആക്സിലറേഷൻ കൂട്ടുകയും ബി എന്ന വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്തിട്ട് സെയിം ആ ലൈനിൽ തന്നെ A3 എന്ന പൊസിഷനിലോട്ട് എത്തും. ഓക്കെ, അപ്പം A2 തൊട്ട് A3 വരെ എന്താണ് ഇക്വേഷൻ? എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞത് B+2S എന്നാണ് അല്ലേ? ആ സെയിം D2 എന്ന ഡിസ്റ്റൻസ് നമുക്ക് വേറൊരു ഇക്വേഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാം. VB × ക്യാപിറ്റൽ T പ്ലസ് ½ AT². ആ ഒരു ആക്സിലറേഷൻ്റെയും കൂടെ എഫക്റ്റ് കൂട്ടിയ ½ AT². T എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. ഓക്കെ, ഇതിൽ A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പ്രോബ്ലം ഒക്കെ വരുമ്പോഴേക്കും ക്വസ്റ്റിനകത്ത് Vയുടെ വാല്യൂ 30 km/h എന്നായിരിക്കും പറയുന്നത്. അപ്പം Aയുടെ വാല്യൂ തന്നിരിക്കില്ലായിരിക്കും ചിലപ്പം. അപ്പോൾ 30 km നേരെയുള്ള Aയുടെ വാല്യൂ 1.30 m/s² ആയിരിക്കും. അപ്പം അങ്ങനെ ഈ ഒരു ടേബിൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. 1-2 വാല്യൂസ് എങ്കിലും എയുടെ വാല്യൂ ഓരോ കറസ്പോണ്ടിങ് സ്പീഡ് അനുസരിച്ച് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ, മാക്സിമം ഓവർടേക്കിംഗ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് D2 എന്ന് പറയുന്നത് B+2S ആണെന്നല്ലേ. അപ്പം നമുക്കത് ഈ ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ്. ഇതിൽ B എന്ന് പറയുന്നത് VB + T-യും 2S പകരം ½ AT² കൊടുത്തു. ഓക്കെ, ഈ ഇക്വേഷനകത്ത് നമുക്ക് Tക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. T = √4S/A. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനൊക്കെ പഠിക്കണേ. D2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ പഠിക്കണം, ഈ ഒരു ഇക്വേഷൻ പഠിക്കണം, Tക്കുള്ള ഇക്വേഷൻ പഠിക്കണം. ഇനി ഡ്യൂറിങ് ഓവർടേക്കിംഗ് ഓപ്പറേഷൻ വെഹിക്കിൾ C മൂവ്സ് അറ്റ് ഡിസൈൻ സ്പീഡ് V കവർ ദ ഡിസ്റ്റൻസ് D3 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് C എന്നൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് ഡിസൈൻ സ്പീഡിലായിരിക്കും വരുന്നത്. അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് D3 എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V × T ആണ്. ഓക്കെ, VB അല്ല, V × ക്യാപിറ്റൽ T ആണ്. ഓക്കെ, അപ്പം നമ്മൾ D1 ഇക്വേഷൻ പറഞ്ഞു VB × സ്മോൾ t, D2 ഇക്വേഷൻ പറഞ്ഞു B+2S. B+2S എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞു വെക്കുക. അതിലെ B എന്ന് പറയുന്നത് D1 പോലെ തന്നെ VB × ക്യാപിറ്റൽ T ആണ്. അതിലെ എസ് എന്ന് പറയുന്ന പോലെ എക്സിന് ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇനി T അറിയണം, ക്യാപിറ്റൽ T അറിയണം. അതിന് ഇക്വേഷൻ √4SA. അപ്പം A നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയാൽ എസ് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് 0.7 വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യാപിറ്റൽ T കിട്ടും. ഈ ക്യാപിറ്റൽ T കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് D3 കണ്ടുപിടിക്കാം, V × T. ഓക്കെ, അപ്പം ഇക്വേഷൻ വന്ന് എങ്ങനെയാണെന്ന് പഠിക്കുമ്പോഴേക്കും ആ ഡെറിവേഷൻ അതേപോലെ എഴുതുക. എന്നിട്ട് മെയിൻ ഇക്വേഷനെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പം എന്താണ് ടോട്ടൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് OSD എന്ന് പറയുന്നത് D1 + D2 + D3 ആണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണ്. ഇഫ് ദി സ്പീഡ് ഓഫ് ദി ഓവർടേക്കിംഗ് വെഹിക്കിൾ തന്നിട്ടില്ലെങ്കിൽ VB എന്ന് പറയുന്നത് V-16 ആയിരിക്കും. km/h വേണമെങ്കിൽ അവിടെ V എന്ന് പറയുന്നത് km/h കൊടുക്കണം. അതേപോലെ തന്നെ m/s വേണമെങ്കിൽ V-45 ആണ്. ഓക്കെ, ഇനി ദ മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്രയാണ്? D1 + D2 + D3. എപ്പോഴാണ്? ഫോർ 2-way ട്രാഫിക്, 2 വേയിലും ട്രാഫിക് ഉണ്ടെങ്കിൽ.
ഇനി ഓൺ ഡിവൈഡ് ഹൈവേസ് അല്ലെങ്കിൽ ഓൺ റോഡ് വിത്ത് വൺ വേ ട്രാഫിക്കേ ഉള്ളെങ്കിൽ അവിടുത്തെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് D1+D2 ഉള്ളൂ. കാര്യം D3 ഇല്ല. എന്താണ്? നോ വെഹിക്കിൾ ഇസ് എക്സ്പെക്ടഡ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെഹിക്കിൾ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് D1+D2 ഉള്ളൂ. അത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ടേം ഓവർടേക്കിംഗ് സോൺസ്. എന്തായിരിക്കും ഓവർടേക്കിംഗ് സോൺ? ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ലെങ്കിൽ ആ പറ്റുന്ന സോണിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർടേക്കിംഗ് സോൺസ് ആർ പ്രൊവൈഡഡ് വിത്ത് OSD when OSD cannot be provided throughout the length of the highway. ഓക്കെ, അപ്പോൾ ഓവർടേക്കിംഗ് സോൺ എന്ന ടേമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹൈവേയുടെ ത്രൂ ഔട്ട് ദി ലെന്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ആ ഏരിയനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സോൺസ് എന്ന് പറയുന്നത്. ദീസ് ആർ സോൺസ് ഡെഡിക്കേറ്റഡ് ഫോർ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. മാർക്ഡ് വിത്ത് വൈഡ് റോഡായിരിക്കും, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള റോഡായിരിക്കും ഓവർടേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന സോണിലൊക്കെ. ഓക്കെ, ഇൻ സോൺസ് വെയർ ഓവർടേക്കിംഗ് ഈസ് നോട്ട് സേഫ് ഓർ ഈസ് നോട്ട് പോസിബിൾ, sign post of no passing and overtaking prohibited are placed before such zones are started. ഓക്കെ, ഇനി ചില സ്ഥലത്ത് ഓവർടേക്കിംഗ് ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഓവർടേക്കിംഗ് സോൺ അല്ലാതെ ഓവർടേക്കിംഗ് ഒട്ടും ചെയ്യാൻ പറ്റാത്ത ഏരിയ ഉണ്ട്. അവിടെയൊക്കെ ആ ഒരു ഏരിയ എത്തുന്നതിന് മുന്നേ നോ പാസിങ് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് അതിൻ്റെയൊക്കെ സൈൻ പോസ്റ്റ് നമ്മൾ വെക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ. ഓക്കെ, പിന്നെ പറയുന്നത് ദ മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ ഷുഡ് ബി 3 times ദി സേഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. നമ്മൾ D1+D2+D3 കണ്ടുപിടിക്കുമല്ലോ അല്ലേ, അതിൻ്റെ 3 times, അതേ ഇൻറ്റു 3 ആണ് ഓവർടേക്കിംഗ് സോണിൽ നമ്മൾ കൊടുക്കുന്ന മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ. സോണിൻ്റെ ആ ഒരു ലെന്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മിനിമം ലെന്ത് 3 ഇൻറ്റു ആ D1+D2+D3 ആയിരിക്കും, OSD ആയിരിക്കും. 2 വേ ട്രാഫിക് ആണെങ്കിൽ, ഇനിയും 1 വേ ആണെങ്കിൽ D1+D2 ഇൻറ്റു 3 ആയിരിക്കും. ഓക്കെ, ഇനിയും അത് മിനിമം ലെന്ത്. ഇനി ഡിസൈറബിൾ ലെന്ത് എന്ന് വെച്ചാൽ 5 times OSD ആണ്. ഓക്കെ, 1 വേ ആകുമ്പം അത് D1+D2 ഇൻറ്റു 5, അല്ലെങ്കിൽ 2 വേ ആകുമ്പം D1+D2+D3 ഇൻറ്റു 5 ഡിസൈറബിൾ ലെന്ത്. മറ്റേത് മിനിമം ലെന്ത്. മിനിമം അത്രയെങ്കിലും വേണം. എല്ലാം ഇച്ചിരി നല്ലത് ഒരു 5 times ഉണ്ടെങ്കിൽ അത്രയും കൂടെ നല്ലതായിരിക്കും ഓവർടേക്കിംഗ് സോണിൻ്റെ ലെന്ത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഈ വരയ്ക്കേണ്ടി വരും. ഒരു കേവ് ആണ് കാണിക്കുന്നത് വിചാരിക്കുക. ഇങ്ങോട്ടും ട്രാഫിക് പോവും, ഇങ്ങോട്ടും ട്രാഫിക് പോവും. ഓക്കെ, അപ്പം ഇതിൽ S1 എന്ന് വെച്ചാൽ ഓവർടേക്കിംഗ് സോൺ ബിഗിൻ ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഓവർടേക്കിംഗ് സോൺ ബിഗിൻ ചെയ്യുവാന്ന് വിചാരിക്കുക. S2 എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സോൺ എൻഡ് ആകാറായി എന്നാണ് കാണിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നവർക്ക് അവരുടെ സൈൻ പോസ്റ്റ് ഇതൊക്കെ ആയിരിക്കും. S1 എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തു, S2 എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഓവർടേക്കിംഗ് സോൺ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ വരുന്ന ഒരു വണ്ടിക്കാരനെ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും ഓക്കെ ഇനി അങ്ങോട്ട് ഓവർടേക്കിംഗ് സോൺ ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ജസ്റ്റ് ആ OSDയുടെ വാല്യൂ മിനിമം കൊടുത്ത് അവിടെ നിന്ന് പിന്നെ ഇച്ചിരി വൈഡാക്കി വിടും. ഓക്കെ, റോഡ് ഇച്ചിരി വൈഡാക്കും. എന്നിട്ട് അതിൻ്റെ ഇവിടം തൊട്ട് വൈഡാക്കുന്നതിൻ്റെ എൻഡ് വരെ എന്ന് പറയുന്നത് 3 to 5 times OSD ആയിരിക്കണം. ഒന്നെങ്കിൽ 3 times മിനിമം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 4 times അല്ലെങ്കിൽ 5 times കൂടിയത് കൊടുക്കണം. ഓക്കെ, ഇങ്ങോട്ടും അതേപോലെ തന്നെ 3 to 5 times OSD കൊടുക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അപ്പം നമുക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമ്മൾ OSD എല്ലാം കണ്ടുപിടിച്ച് 3 to 5 times വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഈ വാല്യൂ ആണെങ്കിലും 3 to 5 timesൻ്റെ വാല്യൂ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഈ വാല്യൂ മാർക്ക് ചെയ്യും. ബാക്കി എല്ലാ എന്താണ് മാർക്കിങ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, പ്രോബ്ലം ഒക്കെ വരും. OSD കണ്ടുപിടിക്കാനും മിനിമം ലെന്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ കണ്ടുപിടിക്കാനും ഡ്രോ ദി ഓവർടേക്കിംഗ് സോണിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാനൊക്കെ പറഞ്ഞാൽ ഫിഗർ ഇത് വരയ്ക്കുക, ജസ്റ്റ് വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഒന്നുകിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പറയാം. ഞാൻ വീഡിയോ അതിൻ്റെ പ്രോബ്ലം ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, PPTയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. നോക്കട്ടെ, ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ മുന്നേ പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെൻ്റ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു കേവ് ഒക്കെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറൊക്കെ എന്താണ്? ഹൊറിസോണ്ടൽ കേവ്സ് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് തന്നെ, പക്ഷെ ഒരു കേവ് ആയി പോകുന്നു. കാര്യം എന്താണ്? അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ കേവ് ആയിട്ട് പോയാലേ നടക്കത്തുള്ളൂ. കാര്യം അവിടെ സ്ട്രെയിറ്റ് റോഡ് കൊടുക്കാൻ പറ്റാത്ത സ്റ്റേറ്റ് ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഹില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഹില്ലിനെ അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ ചിലപ്പം പേയ്മെൻറ്റ് കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഹൊറിസോണ്ടൽ കേവ്സ് വളവൊക്കെ വരുന്നത്. ഓക്കെ,
A horizontal highway curve is a curve in plan to provide change in direction to the center line of a road. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ലൈൻ ഓഫ് ദി റോഡിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ കൊടുക്കുന്ന കേർവിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കേർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ എ വെഹിക്കിൾ ട്രാവേഴ്സ് എ ഹൊറിസോണ്ടൽ കേർവ്, ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ഹൊറിസോണ്ടലി ഔട്ട്വേർഡ്സ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു കാറ് ഒരു ഹൊറിസോണ്ടൽ കേർവിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം ആ കേർവിൽ കൂടെ ആ ഒരു കാറ് പോകുമ്പോൾ ആ വെഹിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്തോട്ട് എന്ന് വെച്ചാൽ കേർവിൻ്റെ ഔട്ടർ സൈഡിലോട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. കേർവിൽ കൂടെ പോകുമ്പോഴാണ്, അല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നില്ല. ഒരു കേർവിനെ ട്രാൻസ്ഫേഴ്സ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വെഹിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തോട്ട് പോകും. ഓക്കെ, അതിനെ നമുക്ക് പി വെച്ച് ഡിനോട്ട് ചെയ്യാം. പി, അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് P = W(V²/GR). പി എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ന്യൂട്ടണിൽ പറയാം അല്ലെങ്കിൽ കിലോഗ്രാമിൽ പറയാം. W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ, അത് നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാമിൽ ഡിനോട്ട് ചെയ്യാം. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റർ. V എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. G എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s². ഓക്കെ, ഇനി ഇതിലെ ആ ഇക്വേഷനകത്ത് നിന്ന് P/W എന്നൊരു ടേം നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. P/W, അതിനെ P/W നമുക്ക് സെൻട്രിഫ്യൂഗൽ റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഫാക്ടർ എന്ന് വേണേൽ പറയാം. ഓക്കെ, ദ സെൻട്രിഫ്യൂഗൽ റേഷ്യോ ഇസ് ദസ് ഈക്വൽ ടു V²/GR അല്ലേ. ഈ ഇക്വേഷനകത്ത് നമുക്ക് P/W ആക്കിയ ബാക്കി എന്താ ഇപ്പറേ ഉള്ളത്? V²/GR ആണല്ലേ. P/W എന്താണ്? സെൻട്രിഫ്യൂഗൽ റേഷ്യോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഫാക്ടർ. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു V²/GR ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കാറ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഒരു കേർവിൽ കൂടെ മൂവ് ചെയ്യുമ്പം അതിന് സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താ നോക്കാം. ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെഹിക്കിൾ നെഗോഷിയേറ്റിംഗ് എ ഹൊറിസോണ്ടൽ കേർവ് ഹാസ് രണ്ട് എഫക്ട്സ് ഉണ്ടാവും. ഒന്ന്, ടെൻഡൻസി ടു ഓവർ ടേൺ ദി വെഹിക്കിൾ ഔട്ട്വേർഡ്സ് അബൌട്ട് ദി ഔട്ടർ വീൽ. ഓക്കെ, ഔട്ടർ വീലിന് അബൌട്ടായിട്ട് വെഹിക്കിൾ ഓവർ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത്, ടെൻഡൻസി ടു സ്കിഡ് ദി വെഹിക്കിൾ ലാറ്ററലി ഔട്ട്വേർഡ്സ്. ചിലപ്പം ലാറ്ററലി വെഹിക്കിൾ സ്കിഡ് ആകാൻ ചാൻസ് ഉണ്ട് പുറത്തോട്ട്. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് ഈ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഓവർ ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്കിഡിങ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഓവർ ടേണിങ്ങിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. റോഡിൻ്റെ സർഫസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഒരു വെഹിക്കിൾ കാണിച്ചിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ വീലാണ് എയും ബിയും വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെഹിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ വെയിറ്റ് W, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത് P ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് കേവ്, ഇങ്ങനെ ഒരു കേവ് ഉണ്ടാകുമ്പോൾ ആ കേവിൻ്റെ ഔട്ടർ സൈഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഔട്ടർ സൈഡ് ഓഫ് ദി കേവ്, ഇത് ഇന്നർ സൈഡ് ഓഫ് ദി കേവ്. ഓക്കെ, ഇനിയും എന്തൊക്കെയാണ്? കൺസിഡർ ദി റോഡ് സർഫേസ്. ലെറ്റ് W be the weight of the vehicle, small b be the berth or width of wheel in road. ഈ വീലിൻ്റെ വിത്താണ് B എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി B/2. സ്മോൾ h be the height of the center of gravity of the vehicle above the road surface. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഹൈറ്റ് സ്മോൾ h ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആട്ടോ. ഇങ്ങോട്ടൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തോട്ടൊരു ടയറും പേയ്മെൻറ്റ് സർഫസും തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓവർടേക്കിംഗ് മൊമെൻറ്റ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമുള്ള ഓവർടേക്കിംഗ് മൊമെൻറ്റ് എത്രയായിരിക്കും? ഇത് P, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് h ആണെങ്കിൽ P/H ആണല്ലേ. ഇങ്ങനെ ഒരു മൊമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് P/H ആണ്. ഓക്കെ, ദിസ് ഇസ് റെസിസ്റ്റഡ് ബൈ എ റീസ്റ്റോറിംഗ് മൊമെൻറ്റ് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ. ഈ വെഹിക്കിളിൻ്റെ വെയിറ്റ് കാരണം ഈ ഒരു മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു റീസ്റ്റോറിംഗ് മൊമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? W ഇൻറ്റു B/2, ഈ B/2. ഓക്കെ, W ഇൻറ്റു B/2, ഇവിടുന്ന് P/H. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇത് രണ്ടും ഈക്വൽ ആകും. PH ഈക്വൽ ടു W ഇൻറ്റു B/2. ഇനി ഇതിനകത്ത് നമുക്ക് P/W ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. P/W ഈക്വൽ ടു B/2H. ഓക്കെ, P/W എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്? സെൻട്രിഫ്യൂഗൽ റേഷ്യോ അല്ലെ, ഇമ്പാക്ട് ഫാക്ടർ ആണ് അല്ലേ. This means that there is a danger of overturning when the centrifugal ratio P/W or V²/GR, തൊട്ട് മുന്നേ പറഞ്ഞ V²/GR attains a value of B/2H. അപ്പം സെൻട്രിഫ്യൂഗൽ റേഷ്യോയുടെ വാല്യൂ B/2H എത്തുമ്പോൾ വെഹിക്കിൾ ഓവർടേൺ ചെയ്യാനുള്ളൊരു
ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് P/Wന്റെ വാല്യൂ B/2H ആയാൽ അവിടെ വണ്ടി ഓവർടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഓവർടേണിങ്ങിൻ്റെ എഫക്റ്റ്. ഈ ഫിഗർ വരയ്ക്കുക, അത് മാർക്കിങ്സ് കൊടുക്കുക, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒന്നും ഇല്ലല്ലോ. ഇത് P/H ഇവിടുന്ന് W/B/2 ആണെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ രണ്ടും ഈക്വൽ ആകും. പിന്നെ അതിൽ നിന്ന് B/W ഇക്വേഷൻ കണ്ടുപിടിക്കുക, അത് ഈക്വൽ ടു B/2H ആയിരിക്കും. അങ്ങനെ ആയാൽ ആ ഒരു സിറ്റുവേഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടീഷനിൽ അവിടെ വണ്ടി ഓവർടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് സ്കിഡിങ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലേ. സ്കിഡിങ്ങിൻ്റെ എഫക്റ്റാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്ഡ് ഹാസ് ഓൾസോ ദി ടെൻഡൻസി ടു പുഷ് ദി വെഹിക്കിൾ ഔട്ട്വേർഡ്സ് ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്ഡ് ഓൾസോ ഹാസ് ദി ടെൻഡൻസി ടു പുഷ് ദി വെഹിക്കിൾ ഔട്ട്വേർഡ് ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വണ്ടിയെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വരുന്ന വണ്ടീനെ ഔട്ട്വേർഡിലോട്ട് പുഷ് ആകാൻ, എന്ന് വെച്ചാൽ അവിടെ സ്കിഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇഫ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതാണ് CF എന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. If the centrifugal force developed exceeds the maximum transverse frictional force, the vehicle will start skidding in the transverse direction. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇപ്പോഴുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ Pയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അവിടെ വണ്ടി സ്കിഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം തൊട്ട് മുന്നേ കാണിച്ച ഫിഗറൊക്കെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് കാണിക്കുന്നുണ്ട്, B/2 കാണിക്കുന്നുണ്ട്. ഇനി വീൽ എ, ഓക്കെ, വീൽ എയുടെ അവിടെ ഒരു റിയാക്ഷൻ RAയും വീൽ ബിയുടെ അവിടെ റിയാക്ഷൻ RB ഉണ്ടെന്ന് വിചാരിക്കാം. വീൽ എയുടെ അവിടെ ഒരു എ എന്ന വീലിൻ്റെ അവിടെയും അവിടുത്തെ പേയ്മെൻറ്റ് തമ്മിൽ ഒരു ഫിക്ഷണൽ ഫോഴ്സ് FAയും B എന്ന വീലിൻ്റെ അവിടെ FB എന്നൊരു ഫിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ P എന്ന് പറയുന്നത്. P = F എന്ന് പറയാലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരുന്ന F എന്ന് പറയുന്നത് FA + FB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സൈഡിലോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ടു ഈ സൈഡിലോട്ടുള്ള ഫോഴ്സ്, അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. അപ്പം P = F എന്ന് പറഞ്ഞാൽ FA + FB. ഇനി ഈ ഒരു കേസിൽ FA എന്ന് പറയുന്നത് അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സ്മോൾ f ഇൻറ്റു ഈ RAയും, FB എന്ന് പറയുന്നത് അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ F ഇൻറ്റു RB ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ FAക്ക് പകരം F ഇൻറ്റു RAയും FBക്ക് പകരം സ്മോൾ f ഇൻറ്റു RB എഴുതാം. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ രണ്ട് വീലും ഒരേപോലെ ആയിരിക്കും. സ്മോൾ f കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി RA + RB ഉണ്ടല്ലേ. ഈ RA + RB എന്ന് പറയുന്നത് താഴോട്ടുള്ള വെയിറ്റ് തന്നെ ആയിരിക്കില്ലേ. ഈ രണ്ട് മേലോട്ടുള്ള വെയിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടുള്ള വെഹിക്കിളിൻ്റെ വെയിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് W വെച്ചിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്മോൾ f ഇൻറ്റു W എന്നാവും അല്ലേ. അപ്പോൾ P = F ഇൻറ്റു W എന്നായി. അങ്ങനെയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ റേഷ്യോ P/W = F എന്നാവും അല്ലേ. In other words, when the centrifugal ratio P/W attains a value equal to coefficient of lateral friction F, there is a danger of lateral skidding. സ്കിഡിങ്ങിന് ചാൻസ് ഉണ്ട്. എപ്പോഴാണ് P/Wൻ്റെ വാല്യൂ സ്മോൾ f ആകുമ്പോൾ അവിടെ വണ്ടി സ്കിഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്ട്സ്. Okay. Thus, to avoid overturning and lateral skidding on a horizontal curve, the centrifugal ratio should always be less than B/2H and also F. ഓക്കെ, അപ്പം ഓവർടേണിങ് ഉണ്ടാകാതിരിക്കാനും അതേപോലെ ലാറ്ററൽ സ്കിഡിങ്ങും ഉണ്ടാകാതിരിക്കാനും എന്താണ് സെൻട്രിഫ്യൂഗൽ റേഷ്യോ, ദ സെൻട്രിഫ്യൂഗൽ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഈ B/2H എന്ന വാല്യൂ അതേപോലെ സ്മോൾ f എന്ന വാല്യൂവിനേക്കാളും കുറവായിരിക്കണം സെൻട്രിഫ്യൂഗൽ റേഷ്യോ P/Wൻ്റെ വാല്യൂ. ഇനി അത് രണ്ടിലും കൂടിയാൽ അവിടെ ഓവർടേണിങ്ങോ അല്ലെങ്കിൽ സ്കിഡിങ്ങോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി എഫും B/2H തമ്മിലുള്ള ഒരു റിലേഷനാണ്. എഫിൻ്റെ വാല്യൂ ഇഫ് F ഇസ് ലെസ് ദാൻ B/2H അവിടെ വെഹിക്കിൾ സ്കിഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനിയും B/2H ഇഫ് B/2H ഇസ് ലെസ് ദാൻ F ദ വെഹിക്കിൾ വുഡ് ഓവർടേൺ. ഓക്കെ, ഈ ഒരു കണ്ടീഷനോട് ഓർത്ത് വെക്കുക. ഇനി ഇഫ് ദി പേയ്മെൻറ്റ് ഇസ് കെപ്റ്റ് ഹൊറിസോണ്ടൽ അക്രോസ് ദി alignment, the pressure on the outer wheel will be higher due to the centrifugal force acting outwards. ഓക്കെ, ഇപ്പോൾ പേയ്മെൻറ്റ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം കേർവിൻ്റെ അവിടെ വരുമ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഔട്ടർ വീലിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ വെൻ ദി ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ ഓവർടേണിംഗ് ഒക്കേഴ്സ്, ഓവർടേണിങ്ങിൻ്റെ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ് P/W = B/2H. ആ ഒരു കണ്ടീഷൻ്റെ ടൈമിൽ ഇന്നർ വീലിൽ പ്രഷർ കാണില്ല, 0 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക.
അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ കാര്യം പഠിച്ചു, P/W എന്താണെന്ന് പഠിച്ചു, രണ്ട് എഫക്ട്സും ഓവർ ടേണിങ്ങും സ്കിഡിങ്ങും എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ എലിവേഷൻ. ഓക്കെ, സൂപ്പർ എലിവേഷൻ എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ഇനിയും അടുത്ത സെമ്മിലൊക്കെ ആണെങ്കിലും സൂപ്പർ എലിവേഷൻ എന്ന ടേം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേവ്സിൽ കൂടെ പോകുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു സൈഡ് എന്ന് വെച്ചാൽ ഔട്ടർ എഡ്ജ് ഇച്ചിരി പൊങ്ങിയിട്ടായിരിക്കും. ഇന്നർ സൈഡിനേക്കാളും റോഡിൻ്റെ ഒരു ഔട്ടർ സൈഡ് ഇച്ചിരി പൊക്കിയിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പൊക്കി കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും ഓവർ ടേണിങ് ആകാനും സ്കിഡിങ് ആകാനും ഉള്ള വെഹിക്കിളിൻ്റെ ചാൻസിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കേവ്സിൻ്റെ അവിടെ ഔട്ടർ എഡ്ജിൽ റോഡ് ഇച്ചിരി പൊക്കി കൊടുക്കുന്നത്. വലിയൊരു ഒത്തിരി സെൻറ്റിമീറ്ററിലൊന്നും കാണുന്നില്ല, ചെറുതായിട്ടേ ഒന്നും പൊക്കി കൊടുക്കത്തുള്ളൂ. അത് കേവ്സിൻ്റെ അവിടെ വരുമ്പോൾ മാത്രമേ അങ്ങനെ ഔട്ടർ എഡ്ജ് പൊക്കി കൊടുക്കത്തുള്ളൂ. ആ പൊക്കി കൊടുക്കുന്നതിനാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇനിയും കേവ്സ് കൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു സൈഡിൽ ഇച്ചിരി പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, ഔട്ടർ സൈഡ്. In order to counteract the effect of centrifugal force and to reduce the tendency of vehicle to overturn or skid, the outer edge of the pavement is raised with respect to the inner edge. Inner edge വെച്ച് നോക്കുമ്പോൾ outer edge ഇച്ചിരി റേസ് ചെയ്യും, thus providing a transverse slope throughout the length of the horizontal curve. This transverse inclination to the pavement surface is known as super elevation or cant or banking. ഇങ്ങനെ 3 ടേംസ് പറയാം. സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാണ്ട്, CANT, അല്ലെങ്കിൽ ബാങ്കിങ്. 3 ടേംസിൽ അത് അറിയപ്പെടും. അപ്പം എന്താണ് ബാങ്കിങ് എന്ന് ചോദിച്ചാലും ഇതാണ് സംഭവം. ഓക്കെ, കാണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇന്നർ എഡ്ജിനെ അബൌട്ടായിട്ട് ഔട്ടർ എഡ്ജിനെ ഒന്ന് ചെറുതായിട്ട് റേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ വരും. അതിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ എലിവേഷൻ നമ്മൾ സ്മോൾ ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ വിഡ്ത്ത്. ഔട്ടർ എഡ്ജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ആ ഹൊറിസോണ്ടൽ വിഡ്ത്ത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇവിടെ ഔട്ടർ എഡ്ജിൻ്റെ ഹൈറ്റ് ക്യാപിറ്റൽ ഇ ആണെന്നും ഹൊറിസോണ്ടൽ വിഡ്ത്ത് ബി ആണെന്നും ഇവിടെ ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവുള്ളൂ, തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ബൈ ബി ആണല്ലേ. അതെന്ന് വെച്ചാൽ എന്താണ്, ടാൻ തീറ്റ അല്ലേ. ഇത് തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ എന്ന ആണല്ലോ അല്ലേ, ബി ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ടാൻ തീറ്റ അല്ലേ. അപ്പോൾ സ്മോൾ ഈക്വൽ ടു എന്താണ് ഹൈറ്റ് ഓഫ് ദി ഔട്ടർ എഡ്ജ് ബൈ അവിടുത്തെ ഹൊറിസോണ്ടൽ വിഡ്ത്ത്. അതെന്ന് വെച്ചാൽ ടാൻ തീറ്റ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഇതേ നോക്കിക്കേ, ഒരു കേർവിൽ കൂടെ ഒരു കാറ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റോഡിൽ ഔട്ടർ എഡ്ജിനെ ഇച്ചിരി നമ്മൾ പൊക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒരു സൂപ്പർ എലിവേഷൻ്റെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റോഡ് സർഫസ് നമ്മൾ ഇച്ചിരി പൊക്കി കൊടുക്കുമല്ലോ, അതിനാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വിഡ്ത്തിനാണ് ബി എന്നും ഈ ഒരു ഹൈറ്റിന് നമുക്ക് ക്യാപിറ്റൽ ഇ എന്നും ഡിനോട്ട് ചെയ്യാമെങ്കിൽ എന്താണ്, സ്മോൾ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ബൈ ബി അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ഇ ഈക്വൽ ടു സൂപ്പർ എലിവേഷൻ്റെ ഇ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇനി അടുത്തത് അനാലിസിസ് ഓഫ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ അത് ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ ഫോഴ്സസ് ഒരു വെഹിക്കിൾ ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കാം. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി വെഹിക്കിൾ വൈൽ മൂവിങ് ഓൺ എ സർക്കുലർ കേർവ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കേർവിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ കേർവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. റേഡിയസ് 6 മീറ്റേഴ്സ് ആണ്, വണ്ടിയുടെ സ്പീഡ് v മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു വെഹിക്കിൾ ഉണ്ടാകുന്ന ഫോഴ്സസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, P ഈക്വൽ ടു W_V²/GR എന്ന് പറഞ്ഞ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അത് ഔട്ട്വേർഡിലോട്ടാണ് ഉണ്ടാകുന്നത്, സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നാണ് വരുന്നത്. ദ വെഹിക്കിളിൻ്റെ വെയിറ്റ് W, അത് താഴോട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ വീൽസ് ആൻഡ് ദി പേയ്മെൻറ്റ് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദി പേയ്മെൻറ്റ് സർഫസ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി കർവ്. അത് പേയ്മെൻറ്റ് സർഫസിൻ്റെ അവിടുന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കേർവിൻ്റെ സെൻറ്ററിലോട്ടാണ് ആ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, താഴോട്ടുള്ള വെയിറ്റ് ഉണ്ട്, പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, റോഡും ടയറും തമ്മിലുള്ളത്. ഓക്കെ.